പ്രതിപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിയമം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിയന്തരാവസ്ഥയെക്കാളും ഒക്കെ വഷളായിട്ടുള്ള കേസാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതങ്ങനെയല്ല. അവരെ വിരട്ടി ജയിലിൽ നിങ്ങളുടെ നേതാവ് ഒരു പബ്ലിക് കോസിന് വേണ്ടി ജയിലിൽ പോകുന്ന പോലെയല്ല നിങ്ങളൊരു അഴിമതി ആരോപണത്തിന്റെ പേരിൽ പോയി ജയിലിൽ പോയി കിടക്കുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ വീണ്ടും ഒന്ന് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടിൽ 3-ാം തവണ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് വിഷയം പരിഗണിക്കുകയും ലഭ്യമായ വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പക്കൽ ലഭ്യമായ എന്തെല്ലാം വിവരങ്ങളാണോ ആ വിവരങ്ങൾ മുഴുവൻ പരസ്യപ്പെടുത്തണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് പ്രസിദ്ധപ്പെടുത്തണം എന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ തന്നെ ആദ്യത്തെ ഉത്തരവിൽ തന്നെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ലഭ്യമായ വിവരങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അതെന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകനോട് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. നമുക്കൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബാണ്. ജേക്കബ്, നമ്മൾ ആദ്യത്തെ ഉത്തരവ് വന്നു, അതിനുശേഷം 10-26 ദിവസം കഴിഞ്ഞിട്ട് ഇല്ല ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം എന്ന് പറഞ്ഞ് SBI പോകുന്നതുകൊണ്ട് അപ്പോൾ പറ്റില്ല, ഇന്ന ദിവസത്തിനകം പ്രസിദ്ധപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ സീരിയൽ നമ്പറോ ആൽഫാ ന്യൂമറിക്കൽ നമ്പറോ ഇല്ലാത്ത ഡാറ്റ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പ്രസിദ്ധീകരിക്കാത്തത്, സീരിയൽ നമ്പറും ആൽഫാ ന്യൂമറിക്കും പ്രസിദ്ധീകരിക്കാത്തത് എന്താണെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ലഭ്യമായ എല്ലാ വിവരങ്ങളും, അതായത് SBIയുടെ പക്കൽ എന്തൊക്കെ വിവരങ്ങളുണ്ടോ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് അത് മുഴുവൻ പരസ്യപ്പെടുത്തണം. എല്ലാം പരസ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സത്യവാങ്മൂലത്തിലൂടെ ബോധിപ്പിക്കുകയും വേണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഇത് ആർക്കൊക്കെ കൊടുത്തു എന്ന് SBI മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം കൂടെ പുറത്തേക്ക് വരും എന്നാണോ? അല്ലെ, ഞാനിത് നോക്കുകയായിരുന്നു, ആർഗ്യുമെന്റ് നോക്കുകയായിരുന്നു. അപ്പം സുപ്രീം കോടതി ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ ഇന്നത് പറയണം എന്ന് പറഞ്ഞാൽ അത് പറയണം എന്നല്ല അർത്ഥം, അതടക്കം അതൊരു ഇൻഡിക്കേറ്റീവ് ആയിട്ട് മാത്രം എടുക്കണം എന്നുള്ളതാണ്. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് സുപ്രീം കോടതിക്ക് വളരെ എളുപ്പമെന്ന് പറയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾക്ക് 4 മാസം വേണം, ജൂൺ 30 വരെ സമയം വേണം എന്ന് പറഞ്ഞല്ലോ. എന്തിനായിരുന്നു ജൂൺ 30 വരെ സമയം വേണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മതി. എന്തൊക്കെ ഇൻഫർമേഷൻ കൊളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ജൂൺ 30 വരെ വേണ്ടത് അന്ന് പറഞ്ഞത്? സുപ്രീം കോടതിയിൽ പറഞ്ഞത് ആർക്ക് കൊടുത്തു എന്ന് കണക്കാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ജൂൺ 30 വരെയുള്ള സമയം വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ട്, അത് കൊളക്ട് ചെയ്ത് കൊടുക്കാനാണ് ഇന്ന കമ്പനി ഇത്രാം തീയതി ഇത്ര രൂപയുടെ ബോണ്ട് വാങ്ങി ഇന്ന പാർട്ടിക്ക് കൊടുത്തു, ഇന്ന പാർട്ടി ഇത്ര രൂപയുടെ ഇന്ന ബോണ്ട് ക്യാഷ് ചെയ്തു എന്നുള്ള വിവരമാണ്. അതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടേണ്ടത്. ആ വിവരം മനുഷ്യർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് SBI കളിച്ചുകൊണ്ടിരിക്കുന്ന കളികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൽഫാ ന്യൂമറിക് നമ്പറുകളും സീരിയൽ നമ്പറുകളോട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് SBIയുടെ ഒരു പ്രശ്നം എന്നുള്ളത്, നമ്മൾ SBIയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇരുന്ന മനുഷ്യരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് പരമാവധി 2 ദിവസം കൊണ്ട് മുഴുവൻ ഇൻഫർമേഷനും കൊളക്ട് ചെയ്തെടുക്കാവുന്നതുള്ള ആ 22,207 ബോണ്ടാണുള്ളത്. അതിന്റെ ഇരട്ടി നമ്പറുകളേ ഉള്ളൂ. നമ്മൾ ഇത്രമാത്രം കടന്ന ബുദ്ധിമുട്ടാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത് ആളുകൾ കൊളക്ട് ചെയ്ത് ആർക്ക് കൊടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പം SBI വിൽ ബി ഇൻ എ സൂട്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. ഞാനിപ്പോൾ അത് ആലോചിച്ച് നോക്കിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വന്ന വാർത്ത നോക്കൂ. ഇന്ന് വന്ന വാർത്ത പ്രകാരം ചില പാർട്ടികൾ അവരുടെ മുഴുവൻ വിവരങ്ങളും കൊടുത്തിരുന്നു, ചില പാർട്ടികൾ മുഴുവൻ കൊടുത്തിരുന്നില്ല. ഈ വിവരങ്ങളും ഇങ്ങനെ കുറേശ്ശെ വന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് പോകും. ഇതിപ്പോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനുഷ്യർക്ക് ബോണ്ട് വന്നു എന്നുള്ളത് അല്ലാതെ ഇനിയിപ്പോ അതിന്റെ ഒരു എന്താ പറയണ്ട അതിന്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് SBI നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സുപ്രീം കോടതി ഇന്ന് വളരെ കർശനമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും കൊടുത്തു എന്ന് SBIയുടെ ചെയർമാന്റെ അഫിഡവിറ്റ് വേണമെന്ന് പറഞ്ഞു. കാരണം അത് നന്നായി. കാരണം രണ്ടാമത് ഇനിയും കോടതി ചെന്ന് പറയാം. അപ്പൊ വളരെ SBIക്ക് പറ്റിയ ഒരു അബദ്ധം എന്നുള്ളത് അവർ ആദ്യമേ ചെന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് 4 മാസം വേണം. എന്തിനാണ് 4 മാസം? ആ 4 മാസം ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഡേറ്റ അവരുടെ അടുത്തുണ്ട്, അത് കൊളക്ട് ചെയ്യാനുള്ള സമയമാണ് എടുക്കേണ്ടത്. ആ വിവരം മുഴുവൻ എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള വിവരങ്ങൾ അവരുടെ അടുത്തുണ്ട് എന്നുള്ള കാര്യം SBI ഓൾറെഡി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്, കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. ആ വിവരങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരേണ്ടി വരും. SBI എന്തിനാണ് ഈ കള്ളക്കളി കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഒരേ ഒരു ഉത്തരം എന്നുള്ളത് ED എന്ന് പറഞ്ഞ ഒരൊറ്റ ഏജൻസിയാണ്. അത് തന്നെയാണ് അതിൻ്റെ അകത്തെ പ്രശ്നം.
അതുകൊണ്ട് ഇന്നത്തോടുകൂടി ഈ മൂന്നാമത്തെ ഉത്തരവോടുകൂടി കാര്യങ്ങൾ കൃത്യതയിലേക്ക് വരുമെന്ന് വിചാരിക്കാം നമുക്ക്. ഞാൻ ഇപ്പോൾ കോടതി നടപടികൾ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാനത് ഇതിൽ കണ്ടിരുന്നു, യൂട്യൂബിൽ സുപ്രീം കോടതിയുടെ ലൈവ് സ്ട്രീമിങ്ങിൽ കണ്ടിരുന്നു. അപ്പോൾ SBIക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവെ SBIയുടെ പക്കൽ ഈ വിവരങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങളോട് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നെ സംസാരിക്കുന്നത് മുഴുവൻ വന്ന വിവരങ്ങളെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു, സോഷ്യൽ മീഡിയയിൽ അതെഴുതുന്നു ഇതെഴുതുന്നു, അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഇവരിങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഒരാൾക്ക് കൊടുത്ത ഒരു കമ്പനിയെക്കുറിച്ച് മറ്റൊരു സ്റ്റേറ്റിൽ എങ്ങനെയാണ് വ്യാഖ്യാനം ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വേവലാതി, ഇതൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഉദ്ദേശം എന്നുള്ളത് പറയാതെ തന്നെ, അതായത് നേരിട്ട് പറയാതെ തന്നെ വ്യക്തമാക്കുമായിരുന്നു ഹരീഷ് സാൽവെ. ആണ്, കാരണം ഇതിന്റെ അകത്ത് അങ്കലാപ്പ് അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്. ഇത് വളരെ കൃത്യമാണ്. സുപ്രീം കോടതിയുടെ വിധി വളരെ കോംപ്രിഹെൻസീവ് ആണ്. ആർട്ടിക്കിൾ 19 പ്രകാരം അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. തെരഞ്ഞെടുപ്പിനെ അർത്ഥവത്താക്കുമ്പോൾ അതിൽ ഏതൊക്കെ പാർട്ടികൾക്ക് ആരൊക്കെയാണ് പണം കൊടുത്തിരിക്കുന്നത് എന്നുള്ള അറിവ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൗരന് ഉണ്ടായിരിക്കുക. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അയാൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവിന്റെ ബേസ്. ആ അറിവ് പുറത്തു വരുന്നതോടുകൂടി ഉണ്ടാകുന്ന വ്യാഖ്യാനങ്ങൾക്ക് കോടതി ഉത്തരവാദിയല്ല. അതിന് ഉത്തരവാദികളായ ആൾക്കാർ ഇങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കിയവരും ഇങ്ങനെ ഒരു സ്കീം ഉപയോഗിച്ചവരുമാണ്. അത് അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇഫക്റ്റ് തടഞ്ഞു നിർത്താൻ സുപ്രീം കോടതിയെ കൊണ്ട് പറ്റില്ല. ഇതിപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് വരുന്ന വാർത്തകൾ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇവർ ഈ വിവരങ്ങൾ തടഞ്ഞു വെക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, ഇപ്പം സാന്റിയാഗോ മാർട്ടിൻ 1300 രൂപയുടെ 1363 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. അതിലെ 509 കോടി രൂപ കൊടുത്തത് DMKയ്ക്കാണ്. ഈ ഇൻഫർമേഷൻ പുറത്തു വരുന്നത് വരെ എന്താണ്, അത് മുഴുവൻ BJPക്കാണ് എന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ മനുഷ്യർ മുഴുവൻ ഇരുന്നിരുന്നത്. എന്തിനാണ് ഇവർ ഇങ്ങനെ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പം അപ്പം ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾ ഇന്ന വിധത്തിലെ സ്പെക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിക്കോ BJPക്കോ പറയാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഈ സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിയ ബോണ്ടിന്റെ മുഴുവൻ പാപഭാരവും BJPയുടെ തലയിലായിരുന്നു. എങ്ങനെ അത് വന്നു? ഈ ഇൻഫർമേഷൻ പുറത്തുവിടാത്തത് കൊണ്ടാണ്. ഇന്നലെ DMK BJPക്ക് അപ്പോഴും പറയാം ഞങ്ങൾക്ക് ഇന്ന പാർട്ടികൾ ഇത്ര രൂപ, അവരെന്തിനും അത് പറഞ്ഞില്ല, ഞങ്ങൾക്കത് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. DMK ഓൺ ദെയർ പാർട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന കമ്പനികളാണ് ഇത്ര രൂപ വെച്ചാണ് തന്നത്. അപ്പൊ 509 കോടി രൂപ, ഏകദേശം പകുതിയോളം സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിയ ബോണ്ടിന്റെ പകുതിയോളം DMKയ്ക്കാണ് കിട്ടിയത്. അപ്പം ഹരീഷ് സാൽവെക്കോ BJPക്കോ SBIക്ക് ഇതിനെക്കുറിച്ച് ആകുലത ഉണ്ടാകേണ്ട ആവശ്യമേ ഇല്ല. ഹരീഷ് സാൽവെക്ക് എന്തിനാണ് ഈ ആകുലത? ഹരീഷ് സാൽവെക്ക് ഉണ്ടാകേണ്ട ഒരേ ഒരു ആകുലത എന്നുള്ളത് SBI എന്നുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വിശ്വാസ്യതയുള്ള ബാങ്ക് എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? അതുമൂലം ബാങ്കിൽ ഉണ്ടാകുന്ന റെപ്യൂട്ടേഷൻ ലോസിനെ കുറിച്ച് മാത്രമേ SBIക്ക് ബോധറേഷൻ ഉണ്ടാകേണ്ടതുള്ളൂ. SBIയുടെ ഒരു കോടതി ഉത്തരവ് പ്രകാരം SBIയുടെ ഒരു നടപടി കൊണ്ട് ഉണ്ടാകുന്ന സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, വ്യാഖ്യാനങ്ങളെക്കുറിച്ച് SBIക്ക് ഒരു തരത്തിലുള്ള ആകുലതയും വേണ്ട. അപ്പൊ അങ്ങനെ ഇരിക്കെ SBI പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട് എങ്കിൽ SBIയുടെ ഉദ്ദേശം സസ്പെക്റ്റാണ്, സംശയാസ്പദമാണ്. കാരണം അത് SBIയുടെ കേസല്ല. നാട്ടിൽ എന്ത് ചർച്ച നടക്കുന്നു അവരെന്താണ് ചെയ്തത്? SBIക്ക് ഇതിനകത്ത് റോളില്ലല്ലോ. ഇത് സർക്കാർ ഒരു നിയമം പാസ്സാക്കുന്നു, അതിനനുസരിച്ച് ഇത് അവരുടെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അവരിത് ചെയ്യുന്നു. അത് വേണ്ട എന്ന് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തീരുമാനിക്കുന്നു, നിങ്ങൾ ഇവർ കൊടുക്കുന്നു പറഞ്ഞാൽ അത് കൊടുക്കുന്നു. നാട്ടിൽ എന്ത് ചർച്ച ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് SBI എന്തിനാണ് ആകുലപ്പെടുന്നത്? കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ഇമേജിനെ കുറിച്ച് എന്തിനാണ് SBI ആകുലപ്പെടുന്നത്? നാട്ടിലുണ്ടാകുന്ന ചർച്ച കൊണ്ട് BJPക്കോ കേന്ദ്ര സർക്കാരിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സുപ്രീം കോടതിക്ക് പോലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ SBI എന്തിനാണ് അത് ആകുലപ്പെടുന്നത്? അപ്പം SBIയുടെ താല്പര്യവും BJPയുടെ താല്പര്യവും കേന്ദ്ര സർക്കാരുടെ താല്പര്യവും ഒന്നാണ് എന്നാണ് പ്രാക്ടിക്കലി ഇന്ന് ഹരീഷ് സാൽവെയോട് പറഞ്ഞു വെച്ചത്. നമുക്കിത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. നാട്ടിലെ 57% സ്റ്റോക്ക് കേന്ദ്ര സർക്കാരിനുള്ള, എന്ന് വെച്ചാൽ നമ്മളുടെ ഉത്തരവാദിത്തത്തിലുള്ള ഒരു ബാങ്കാണ്. ആ ബാങ്കിന് ഒരു പാർട്ടിയുടെയോ ഒരു സർക്കാരിന്റെയോ
താല്പര്യം സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവുമില്ല. SBI അനാവശ്യമായ ബഹളം സുപ്രീം കോടതിയിൽ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമാണ് SBI കളിക്കുന്നതെന്ന് SBIയുടെ വക്കീലിന്റെ വെപ്രാളത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ നേരത്തെ DMKയുടെ സാന്റിയാഗോ മാർട്ടിൻ്റെ സംഭാവനയിൽ 530 ചില്ലറ കോടി രൂപ DMKക്ക് പോയ കാര്യം പറഞ്ഞത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ 1360 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് നമ്മളെല്ലാവരും വിചാരിച്ചത് ഇത് മൊത്തമായി BJPയുടെ കയ്യിലേക്ക് പോയി എന്നാണ്. ഇപ്പോൾ ഈ വിവരം വരുമ്പോൾ, അതായത് DMK വാങ്ങി എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി അവിടെ ED റെയ്ഡ് നടക്കുന്നതിന് മുൻപും പിൻപും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. DMKക്ക് കൊടുത്തത് ED റെയ്ഡ് നടക്കുന്നതിന് മുമ്പും BJPക്ക് കൊടുത്തത് ED റെയ്ഡ് നടക്കുന്നതിന് ശേഷവുമാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊരു നറേറ്റീവ് ഇനി ബിൽഡപ്പ് ചെയ്യാൻ കുറേ കൂടെ സൗകര്യമുണ്ടെന്ന് തോന്നുന്നു. ഇനി വരും. അതിപ്പം വേറെ ഉദാഹരണമുണ്ട്. ഇപ്പം ഈ അരവിന്ദ ഫാർമ ആകെ 52 കോടി രൂപയുടെ ബോണ്ട്, ബാംഗ്ലൂർ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അരവിന്ദ ഫാർമ. അവര് 52 കോടി രൂപയുടെ ബോണ്ടാണ് വാങ്ങിയത്. പക്ഷെ ഇതിനകത്ത് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഇത് ഈ ബാങ്കിന്റെ ഡയറക്ടറെ ഒരു മാസം, എനിക്കൊന്ന് 2022 നവംബറിൽ അറസ്റ്റ് ചെയ്യുന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ 5 കോടി രൂപയുടെ ബോണ്ട് വാങ്ങും. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. അദ്ദേഹം കേസിൽ മാപ്പുസാക്ഷിയാവുന്നു. വീണ്ടും ഒരു 25 കോടി രൂപയുടെ വാങ്ങുന്നു. ആകെ 52 കോടിയിലും 30 കോടിയോളം രൂപയുടെ ട്രാൻസാക്ഷൻ ഇസ് എ ഡൗട്ട്ഫുൾ ട്രാൻസാക്ഷൻ. അപ്പൊ അതിനു മുമ്പ് 25 കോടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ തപ്പിപ്പോണം ആ 25 കോടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തായിരുന്നു എന്ന്. ഇത് പക്ഷെ വളരെ കൃത്യമാണ്. അപ്പൊ ആ 25 കോടിയിൽ നടന്ന അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വെറുതെ ഇരുന്ന കമ്പനി 25 കോടി കൊടുത്തതാണോ, അതെയോ ഈ ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നോ? ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയ 5 കമ്പനികളിൽ 3 കമ്പനികൾക്കെതിരെയും ഇൻകം ടാക്സിന്റെയോ EDയുടെയോ CBIയുടെ അന്വേഷണം ഉണ്ടായിരുന്നു എന്ന് വരുന്നു കഴിയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കി നടത്താൻ പാർട്ടികളെ സഹായിക്കാൻ അവർക്ക് ഫണ്ടിങ് കൊടുക്കാനുള്ള ഒരു സുതാര്യ മാർഗം എന്ന നിലയിൽ നിന്നും ഇതൊരു ഗുണ്ടാപിരിവിന്റെ രൂപത്തിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ ഇതിന്റെ ബാക്കിയുള്ള എലമെന്റ്സ് മാറ്റിവെച്ചാൽ ഇതിന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾ കാണുന്നത് ഇതൊരു ഗുണ്ടാപ്പിരിവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം അട്ടിമറിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശാലമായ അന്വേഷണത്തിന് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണമായേ പറ്റൂ. കാരണം ഇന്നലെ ബോംബെയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ അവസാനത്തെ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം അശോക് ചവാനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സോണിയാഗാന്ധിയെ കണ്ട് കരഞ്ഞ് ആണ് അദ്ദേഹം പാർട്ടി വിട്ടുപോയത്. എനിക്കിനി ജയിലിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിയമപരമായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ വിരട്ടുക, അവരെ ജയിൽ കാണിച്ച് ഭീഷണിപ്പെടുത്തുക, നമ്മുടെ നാട്ടിൽ വ്യവസായം നടത്തുന്ന കമ്പനികളെ ഭീഷണിപ്പെടുത്തുക, അവരുടെ അടുത്ത് പണം വാങ്ങുക, ആ പണം ഉപയോഗിച്ച് MLA-മാരെയും MP-മാരെയും വാങ്ങുക, അതിന് വഴങ്ങാത്തവരെ ജയിലിൽ പിടിച്ചിടുക. നമ്മൾ ഓർക്കണം, DK ശിവകുമാർ 50 ദിവസം ജയിലിൽ കിടന്നു. 50 ദിവസം ജയിലിൽ കിടന്ന ആ കേസിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെയുള്ള കേസ് സുപ്രീം കോടതി എടുത്ത് കൊട്ടയിലിട്ടു. എല്ലാവർക്കും ശിവകുമാറിനെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല. ഈ പ്രായത്തിൽ ജയിലിൽ പോകാൻ ഇ ഡി കേസിൽ സുപ്രീം കോടതിയിലൊക്കെ അതിന്റെ FIR അവർ ചാർജ് ഷീറ്റ് എടുത്ത് കൊട്ടയിലിട്ടു. ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. 50 ദിവസം KPCC പ്രസിഡന്റ്, ഇപ്പൊ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കഴിഞ്ഞ ഇലക്ഷന്റെ പീക്ക് ടൈമിൽ കർണാടകത്തിലെ അസംബ്ലി ഇലക്ഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, എനിക്ക് മടുത്തു, ശിവകുമാർ ഒരിക്കലും പോരാട്ട വീരം ചോരാത്ത ഒരു നേതാവാണെന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് മടുത്തു, എന്റെ പേരിൽ ED കേസുണ്ട്, മകളുടെ പേരിൽ CBI കേസ്, ഇതിന് ഒരു അന്തവും ഇല്ല എന്ന മട്ടിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളെ, നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരെ നമ്മൾ പലപ്പോഴും ഇടതുപക്ഷത്ത് നിൽക്കുന്ന എന്നെ പോലുള്ളവർ പോലും പലപ്പോഴും നമ്മൾ വളരെ എളുപ്പത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താറുണ്ട്.
ഞാനിപ്പോൾ അതിനെ മാറി ചിന്തിക്കുകയാണ്. ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പൊ സത്യേന്ദ്ര ജയന്റെ പിന്നെ ബെയിൽ പ്ലീ ഇന്നിപ്പോ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം നിയമം എന്തെങ്കിലും തെളിവുണ്ടായിട്ടല്ല. കോടതിയുടെ പറയുന്നത് രണ്ട് ബെയിൽ കിട്ടാനുള്ള രണ്ട് കണ്ടീഷൻസ് ബോധ്യമില്ല. കാരണം ബെയിൽ കിട്ടാനുള്ള എന്താണ് രണ്ട് കണ്ടീഷൻ? ഒന്ന്, ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാണ്, വിചാരണ നടക്കാത്ത കേസാണ്. രണ്ട്, ഇയാളെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇയാൾ ഒരു കുറ്റവും ചെയ്യില്ല എന്ന് കോടതിക്ക് ഉറപ്പ് വന്നു. ഏത് കോടതിക്കാണ് അത് വെച്ചിട്ട് ഒരു മനുഷ്യന് ബെയിൽ കൊടുക്കാൻ പറ്റുക? അയാള് പിന്നെ ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം കിട്ടി പുറത്തായ ആളായിരുന്നു. ഇനിയിപ്പം അയാൾ ജയിലിൽ പോയി കിടക്കണം. ഇത് ആർക്കാണ് എൻഡ്യൂർ ചെയ്യാൻ പറ്റുക? എത്ര മനുഷ്യർക്ക് പറ്റും? ഒരു 60-70 വയസ്സുള്ള എത്ര മനുഷ്യർക്ക് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടി പറ്റും? ഇത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തിളച്ചു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? അപ്പം ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യ എന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുകയും നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഏജൻസികൾ ഉപയോഗിച്ച് ഹണ്ട് ചെയ്യും, ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പണം പിടുങ്ങുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാനുള്ള ഒരു കാരണമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് മാറണം എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇതൊരു ഗുണ്ടാപിരിവിൻ്റെ സ്വഭാവമുണ്ട്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നത് ആദ്യത്തെ 5 കമ്പനികളിൽ 3 ഐടിയുടെ, ഇഡിയുടെ അല്ലെങ്കിൽ CBIയുടെ അന്വേഷണത്തിൻ്റെയോ റെയ്ഡിൻ്റെയോ ഒക്കെ പ്രസൻസ് ഉണ്ട്. ആദ്യത്തെ 14 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 9 10 സമാനമായ ട്രേസസ് ഉണ്ട്. ഇഡി ഉണ്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉണ്ട്, അല്ലെങ്കിൽ CBI ഉണ്ട്. ഇതവിടെ നടക്കുന്നു. ഈ ഗുണ്ടാപിരിവ് എന്ന മട്ടിൽ അല്ലെങ്കിൽ ആരോപിക്കാവുന്ന വിധത്തിൽ ഈ പ്രക്രിയ അവിടെ നടക്കുന്നു. ഇതിനൊപ്പം ഈ കഴിഞ്ഞ 10 വർഷമായി 2014 മുതൽ നമ്മൾ ഇന്നോളം കേട്ടുകൊണ്ടിരിക്കുന്നത് അഴിമതിക്കെതിരായ കുരിശുയുദ്ധം നടത്തുന്ന, കള്ളപ്പണത്തിനെതിരായ കുരിശുയുദ്ധം നടത്തുന്ന, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടി നോട്ട് പിൻവലിക്കാൻ പോലും ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗുണ്ടാപിരിവിന് അപ്പുറത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, അഴിമതി, അതുപോലെ കള്ളപ്പണം, ഇതിൻ്റെ ട്രേസസ് എത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കും? അല്ല, ഒരു കാര്യം, ഈ പല കമ്പനികൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ പല കരാറുകളും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ ഈ ബോണ്ട് വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കരാർ കിട്ടിയതിന് ശേഷം ആ കമ്പനികൾ ബോണ്ട് വാങ്ങുന്നു. ഇത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ വേറെ ചില കാര്യങ്ങളിൽ ചില കമ്പനികൾ അവരുടെ ലാഭത്തിൻ്റെ 1000 മടങ്ങൊക്കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുണ്ട്. ചില കമ്പനികൾ ആരംഭിച്ച് 1 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് ബോണ്ട് വാങ്ങിയ കമ്പനികളുണ്ട്. അപ്പോൾ അതായത് ഈ ചില കമ്പനികളെങ്കിലും മറ്റു വഴിക്ക് പണം റൂട്ട് ചെയ്യാനുള്ള ഷെൽ കമ്പനികൾ പോലെ ഉപയോഗിക്കുന്നു എന്ന തോന്നൽ പോലും ഈ വിവരങ്ങൾ, ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട്. അതായത് ഗുണ്ടാപ്പിരിവ് ഒരിടത്ത്, അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള ഉപയോഗം, ഒപ്പം കള്ളപ്പണം റീറൂട്ട് ചെയ്യാനുള്ള ചാനലായിട്ട് ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കുക. ഇത് മൂന്നും സംഭവിക്കുന്നുണ്ടോ? ഇത് അങ്ങനെയാണ്, ഇലക്ട്രൽ ബോണ്ട് അങ്ങനെയാണ് എൻവിസാജ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ മാറ്റം വരുത്തി, കമ്പനീസ് ആക്ടിൽ മാറ്റം വരുത്തി. കമ്പനീസ് ആക്ട് പ്രകാരം ഐ.ടി. ആക്ടിൽ മാറ്റം വരുത്തി, ഐ.ടി. ആക്ടിൽ മാറ്റം വരുത്തി, കമ്പനീസ് ആക്ടിൽ മാറ്റം വരുത്തി, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ മാറ്റം വരുത്തി. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് കിട്ടുന്ന പരമാവധി ടേൺ ഓവറിന്റെ 7.5% പറ്റിയായിരുന്നു, എനിക്ക് ലാഭത്തിന്റെ 7.5% പറ്റിയായിരുന്നു ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന അത് മുഴുവൻ എടുത്തു കളഞ്ഞു. നഷ്ടത്തിലായ കമ്പനികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് യാതൊരു റിലേഷനും ഇല്ല. അവരുടെ ടേൺ ഓവറോ അവരുടെ വരുമാനമോ ഇവർക്ക് വാങ്ങാൻ പറ്റുന്ന ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ അഴിമതി ഇല്ല എന്ന് പറയുമ്പോൾ മഹാരാജാവിന്റെ കാലത്ത് അഴിമതി ഇല്ല എന്ന് പറയുന്ന പോലെ ഏകദേശം നമ്മൾ ഏതെങ്കിലും മഹാരാജാവ് അഴിമതി നടത്തിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അഴിമതി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇത് ഓഡിറ്റ് നടക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടാണ്. ഇപ്പം നമ്മൾ CAG റിപ്പോർട്ടുകൾ പലപ്പോഴും സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവില്ല. രണ്ടാമത്തത്, CAG ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ കുറച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഓഡിറ്റിംഗ് ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതുപോലത്തെ വലിയ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൽ ഇൻഫർമേഷൻ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യും? ഇതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പോൾ രാജീവ് സൂചിപ്പിച്ചതുപോലെ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ കഴിഞ്ഞ 10 വർഷത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും അവർ പലപ്പോഴായിട്ട് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നതാണ്. വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ രാജ്യം ഇത് ചർച്ച ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അതായത് കമ്പനികൾക്ക് കോൺട്രാക്ട് കിട്ടിയ സമയം, അതിന്റെ കോൺട്രാക്ടിന്റെ എമൗണ്ട്, അവർ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിന്റെ എമൗണ്ട്, ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരും. ഇനിയിപ്പോ ആ ബോണ്ടുകളൊക്കെ ആർക്കാണ് കൊടുത്തതെന്നുള്ള കാര്യവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
അപ്പം വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ. എന്തായിരുന്നു ഈ രാജ്യത്ത് നടന്നുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ കൊള്ളപ്പിരിവിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഇതിന്റെ അകത്ത് നമ്മൾ ഇതിനെ 2-3 ലെവലിൽ കാണും. ഒന്ന്, പിന്നെ CPI CPM പോലെയുള്ള പാർട്ടികൾ ഞങ്ങൾ ഇതിൽ പങ്കാളികളെ അല്ല. ഇത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് പിന്നെ സുതാര്യമല്ലാത്ത പണം, ഇത് അഴിമതിക്കുള്ള വകുപ്പാണ് എന്ന് പറഞ്ഞ് ഈ സിസ്റ്റത്തിൽ നിന്ന് മുഴുവനായി മാറി നിന്ന പാർട്ടികൾ. രണ്ടാമത്തേത്, കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ DMK പോലെ ഇതൊരു സോഴ്സ് ഓഫ് ഫണ്ടിങ് ആയിട്ട് ഉപയോഗിച്ച പാർട്ടികൾ. അവര് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഏജൻസികളെ വിട്ടിട്ടോ ഏതെങ്കിലും കോൺട്രാക്ട് കൊടുത്തിട്ടോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇതുവരെ നമ്മുടെ മുമ്പിൽ അങ്ങനെയില്ല. കോൺഗ്രസിന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് സർക്കാരുകൾ അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ ഇതൊരു ലെജിറ്റിമേറ്റ് മാർഗമായി പണം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാർട്ടികളുണ്ട്. ചിലപ്പോൾ കോർപ്പറേറ്റുകൾക്ക് കോൺഗ്രസിനോട് താല്പര്യം ഉണ്ടാവും, അപ്പൊ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ വേറെ ആയിട്ട് കാണണം. മൂന്നാമത്തേതാണ് ഈ ഗുണ്ടാപ്പിരിവ്. അപ്പൊ നമ്മൾ ഇതിനെ മൂന്ന് ലെയറിൽ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ ചില കമ്പനികളിൽ വളരെ ലെജിറ്റിമേറ്റായിട്ട് BJPയോട് താല്പര്യമുള്ള കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തുണ്ടാവും. അവരുടെ ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകുന്ന, സർക്കാരിന് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ആവശ്യമില്ല. അവർ BJPക്ക് വേണ്ടി പണം കൊടുത്തിട്ടുണ്ടാവും. അത് BJP പണം വാങ്ങിയിട്ടുണ്ടാവും. അത് അതിൽ നമ്മൾ അതിനോട് നമ്മൾ താത്വിക സൈദ്ധാന്തിക തലത്തിൽ മാത്രമേ നമുക്ക് അതിനെ എതിർക്കേണ്ടതുള്ളൂ. അത് ഒരു ലെജിറ്റിമേറ്റ് അല്ലാത്ത വഴിയാണ് എന്നുള്ള, ചിലപ്പോൾ അവർക്ക് അത് ഓൺ റെക്കോർഡായിട്ടും പഴയ നിയമങ്ങൾ അനുസരിച്ചും അവർക്ക് അത് കൊടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. ഇതിൻ്റെ അകത്തെ ക്രിമിനൽ ആസ്പെക്ട് വരുന്നത് ഇപ്പൊ രാജീവ് പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുമായ കാര്യങ്ങളാണ്. അതായത് ഏജൻസികളെ വെച്ച് ഇവരെ വിരട്ടി പണം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഏജൻസികളെ വെച്ചിട്ട് അതല്ലെങ്കിൽ സർക്കാർ കോൺട്രാക്റ്റുകൾ, സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു മറയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് 3 തലത്തിൽ നമ്മൾ ഇതിനെ കാണണം. ഈ മൂന്നാമത്തെ തലം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കും. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പുറത്തു വന്നപ്പോൾ തന്നെ മാധ്യമങ്ങൾ പലതും കൊളൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് സീരിയൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഏത് പാർട്ടി എത്ര കൊടുത്തു എന്നുള്ളത് ഊഹിക്കാനേ പറ്റും. അതായത് ഇന്നയാളെ അറസ്റ്റ് ചെയ്ത് 5 ദിവസത്തിന് ശേഷം ഇവർ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഈ വാങ്ങിയ ബോണ്ട് ആർക്കാണ് കൊടുത്തതെന്ന് അറിയുമ്പോഴാണ് നമുക്കതിന്റെ മുഴുവൻ ചിത്രവും വരിക. ഈ ചിത്രം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയായിരിക്കും മിക്കവാറും SBI കളിച്ചുകൊണ്ടിരുന്ന. അവർ കളിക്കുന്നത് തീരെ ശരിയായ ഒരു കാര്യമല്ല. ഇത് പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ ഇതിനെക്കുറിച്ച് ഉണ്ടായേ പറ്റൂ. അത് ഉറപ്പുവരുത്തുക എന്നുള്ളതും നമ്മുടെ ജനാധിപത്യത്തിന് സർവൈവലിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിയമം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിയന്തരാവസ്ഥയെക്കാളും ഒക്കെ വഷളായിട്ടുള്ള കേസാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് ഈസ് എമിനന്റ്ലി ഫൈൻ. അത് നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല. അവരെ വിരട്ടി ജയിലിൽ, നിങ്ങളുടെ നേതാവ് ഒരു പബ്ലിക് കോസിന് വേണ്ടി ജയിലിൽ പോകുന്ന പോലെയല്ല നിങ്ങളൊരു അഴിമതി ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുന്നത്. നിങ്ങളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ തടവുകാരനാണ്. നിങ്ങൾക്ക് അന്തസ്സായിട്ടുള്ള ട്രീറ്റ്മെന്റ് ജയിലിനകത്ത് കിട്ടും. ഇത് നിങ്ങളൊരു വെള്ളക്കോളർ ക്രൈമിൽ നിങ്ങൾ പണം തട്ടിച്ചതിന്റെ പേരിൽ, നിങ്ങൾ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോയി കിടന്ന് യു വിൽ ബി കൺസിഡർഡ് ആസ് അനദർ ക്രിമിനൽ. അതിനൊക്കെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എനിക്ക് ജയിലിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പാർട്ടി മാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് വരുന്ന ഏറ്റവും വലിയ അപകടമായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഒരു രാജ്യം അങ്ങനെ തന്നെ അത് പ്രതികരിക്കേണ്ടി വരും. അതിനുള്ളൊരു തുടക്കം ഇതിൻ്റെ അകത്ത് എവിടെന്നെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. ഇത് പറയുമ്പോഴേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ 3 തലങ്ങളെക്കുറിച്ച്. രണ്ടാമത്തെ തലത്തിൽ ഇതൊരു ലെജിറ്റിമേറ്റ് വേ ഓഫ് പൊളിറ്റിക്കൽ ഫണ്ടിങ്ങായി ഉപയോഗിച്ച പാർട്ടികൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ DMK ഒക്കെ ഈ വിവരങ്ങൾ സ്വമേധയാ തന്നെ വെളിപ്പെടുത്തുന്നത്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് ഞങ്ങളിത് ഇന്ന കമ്പനികളിൽ നിന്നാണ്, ഞങ്ങൾക്ക് ഇന്ന കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഞങ്ങളുടെ ഇതിലേക്ക് സംഭാവന നൽകിയത് എന്ന് അവർ തുറന്നു പറയുന്നത്. പക്ഷെ അപ്പോഴും ഇതേ സിസ്റ്റത്തെ എതിർക്കുന്ന, ഇതിലെ അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗുണ്ടാപ്പിരിവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭീഷണിയെക്കുറിച്ച് കള്ളപ്പണത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ച് ഒക്കെ സൂചിപ്പിക്കുന്ന ഈ കോൺഗ്രസിനെ പോലൊരു പാർട്ടി അല്ലെങ്കിൽ തൃണമൂലിനെ പോലൊരു പാർട്ടി, ഈ 2 പാർട്ടികളും എന്തുകൊണ്ടാണ്, അവരാണ് 2-3 സ്ഥാനങ്ങളിലുള്ളത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയവരിൽ. ഈ പാർട്ടികൾ ആ വിവരങ്ങൾ പുറത്ത് പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു
സംശയമോ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ആനുകൂല്യമോ ബി ജെ പിക്കില്ലേ? കോൺഗ്രസിനും തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും ആ ഇൻഫർമേഷൻ വിത്ത് ഹോൾഡ് ചെയ്യുന്നതിന്റെ അത് കാര്യമില്ല. ഇത്രയും കാലം അവർക്ക് അതായത് എന്തുകൊണ്ട് ഇത് വിത്ത് ഹോൾഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത്. അതായത് ഇപ്പം ഈ ഇൻഫർമേഷൻ പുറത്തു വന്നാൽ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിക്ക് പണം കൊടുക്കുന്നതിൽ കോർപ്പറേറ്റുകൾ തയ്യാറാവില്ല. കാരണം സർക്കാരിന്റെ എതിർപ്പിന് അവർ കാരണമാവും. സർക്കാരിന് ഈ വിവരങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കിട്ടുമെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അരുൺ ജെയ്റ്റ്ലിയെ പോലെ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അമ്മാതിരിയുള്ള ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് അത് നേരത്തെ ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുള്ളതിനകത്ത് നമുക്കൊരു ലോജിക്ക് കാണാം. ഇനിയെങ്കിലും കോൺഗ്രസ് അത് ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസ് അത് ചെയ്തില്ല എങ്കിൽ ഈ കള്ളക്കളിയിൽ അവരും ഭാഗവാക്കുകളാണ് എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഞങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ ഇതുവരെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ആരോപണം കേട്ടിട്ടില്ല. കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും ഭരണം ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിലുണ്ടായിരുന്നു, പഞ്ചാബിലുണ്ടായിരുന്നു, കർണാടകയിലുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ പലയിടത്തായിട്ട് മഹാരാഷ്ട്രയിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പം രാജസ്ഥാനിലുണ്ടായിരുന്നു. അപ്പം കോൺഗ്രസ് ഏതെങ്കിലും കാരണവശാൽ ഇതേ ഗൂണ്ടാപ്പിരിവ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാവഭാരം കോൺഗ്രസിന്റെ തലയിലുമുണ്ട്. അതിന് തർക്കമൊന്നുമില്ല. അത് കോൺഗ്രസ് അതിന് ഉത്തരം പറയണം. തൃണമൂൽ കോൺഗ്രസ് അതിന് ഉത്തരം പറയണം. ഒരു സംസ്ഥാനത്ത് നിന്നും ഇത്രയധികം പണം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പുറകിൽ കരികിട പരിപാടികൾ ഉണ്ടെങ്കിൽ ആ പാർട്ടി അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത അവർക്കും. അവരും ഇതുപോലെ. ഞാൻ അവസാനം ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിപ്പോൾ ഈ വൈകിപ്പിക്കൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏറെ സമയത്തിന് മുമ്പാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ വിധി വരുന്നത്. അന്ന് വിവരങ്ങൾ പുറത്തു പറയണം എന്ന് പറയുന്നു, അത് വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും കുറച്ച് വിവരങ്ങൾ പറയുന്നു, പിന്നീട് വീണ്ടും കോടതി ഇടപെടുന്നു. ഈ പ്രക്രിയ ഒരുപക്ഷെ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന വിധത്തിലുള്ള ക്രമവിരുദ്ധമായ ഇടപാടുകളാണ് ഇതുവഴി നടന്നിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ബലപ്പെടുത്താൻ ഉപകരിച്ചിട്ടുണ്ടാവില്ലേ? ആ നിലയ്ക്കുള്ളൊരു ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യം പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് കണക്കാക്കിയാൽ ഈ മുഴുവൻ ഇൻഫർമേഷനും ആദ്യം വന്നിരുന്നു എന്ന് വിചാരിക്കുക. മുഴുവൻ ഇൻഫർമേഷൻ. അപ്പം ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ അകത്ത് ഇന്ന കമ്പനി ഇന്ന അറസ്റ്റ് നടന്നു, ആ അറസ്റ്റിന് ശേഷം 5 ദിവസത്തിന് ശേഷം ഇന്ന കമ്പനി ഇത്ര രൂപയുടെ ബോണ്ട് വാങ്ങി ഇന്നവർക്ക് കൊടുത്തു. വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? ഇലക്ട്രൽ ബോണ്ട്, അതിൽ അഴിമതി ഉണ്ട്, പിന്നെ അതിലും കുറച്ച് അതാണ് ഇതിന്റെ ഇമ്പാക്റ്റ് വരും. ഇൻഫർമേഷൻ വരുമ്പം അതല്ലെങ്കിൽ ഈ പുതിയ ഇൻഫർമേഷൻ വരുമ്പം അത് അതിശക്തമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രസ് മീഡിയ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിലെ മൊത്തം മീഡിയയുടെ അവസ്ഥയെ കുറിച്ചൊരു ധാരണ എനിക്കുള്ളതുപോലെ തന്നെ രാജീവിനുമുണ്ട്, നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ എനിക്ക് തോന്നുന്നത് അതിന്റെ സ്ട്രൈക്ക് പവർ എന്നുള്ളത് കുറയ്ക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. അത് എങ്ങനെ ഫാൻ ഔട്ട് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കാണുന്നത് അഴിമതി എന്നുള്ളത് അഴിമതിയൊക്കെ നടക്കുമെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടെങ്കിലും അഴിമതി വളരെ സീരിയസ് ആയിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പൊ രാജീവ് ഗാന്ധി അധികാരത്തിന്റെ പുറത്തേക്ക് പോകുന്നത് വലിയ തോതിലുള്ള അഴിമതി ആരോപണത്തിന്റെ പുറത്താണ്. പ്രത്യേകിച്ചൊന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വലിയ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. രണ്ടാമത് UPA സർക്കാർ പുറത്തു പോകുന്നതും അഴിമതി ആരോപണത്തിന്റെ പുറത്ത്, അതിലും കാര്യമായി തെളിയിക്കപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ ഇതിലും ഈ പെർസെപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അതൊരു പെർസെപ്ഷൻ ബാറ്റിലാണ്. അത് നരേന്ദ്രമോദിയെക്കാളും മികച്ച ഒരു കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇനിയിപ്പം ഈ ഹാർഡ് ഫാക്ട്സിന്റെ പുറത്ത് ഒരു പ്രതീതി മത്സരമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ആ പ്രതീതി മത്സരത്തിൽ ഇതിൽ വസ്തുതകൾക്കൊപ്പം സത്യത്തിനൊപ്പം നിൽക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര മാധ്യമങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേസമയം അതിനെതിരെ നിൽക്കാൻ വലിയ ഒരു ആർമിയും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി അല്ല, അതിനെതിരെ നിൽക്കാനുള്ള വലിയ ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ കയ്യിൽ പണമുണ്ട്, അധികാരത്തിന്റെ ലിവറേജുകൾ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എത്രത്തോളം ഇമ്പാക്റ്റഡ് ആകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതേസമയം നമ്മുടെ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ പെർസീവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ പെർസെപ്ഷൻ
രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന പെർസെപ്ഷൻ അതേപടി വാങ്ങുന്നവരല്ല നമ്മുടെ നാട്ടിലെ മനുഷ്യർ. അവർക്ക് അതിന്റെ അകത്തേക്ക് കടന്നു കയറി ഇതിന്റെ വസ്തുത എന്താണ്, ലോങ് ടേമിൽ നമ്മുടെ രാജ്യത്തെ ഇത് ഹേർട്ട് ചെയ്യുമോ ഉപദ്രവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള മനുഷ്യരാണ് ഇന്ത്യയിലെ വോട്ടർമാർ. അവരിത് പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചും അവരുടെ രീതിയിൽ ഒരു അസസ്മെന്റ് നടത്തും. അതിനുശേഷമായിരിക്കും ഇലക്ഷൻ റിസൾട്ട് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ ഹാർഡ് ഫാക്ട്സ് എത്രത്തോളം മനുഷ്യരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയുമാണ്. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ കെ ജെ ജേക്കബ്. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇത്ര വിശദമായി സംസാരിച്ചതിന്. കാത്തിരുന്ന് കാണാം ഈ പറയുന്ന പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, അത് യോജിപ്പിച്ചാൽ കിട്ടുന്ന അർത്ഥങ്ങൾ, അതിൻ്റെ പിന്നിൽ നടന്ന കളികൾ, ഇതൊക്കെ എത്രമാത്രം പുറത്തേക്ക് വരും, അതെങ്ങനെയായിരിക്കും വിനിമയം ചെയ്യപ്പെടുക, അതിൻ്റെ പുറത്ത് ഇപ്പോൾ ജേക്കബ് തന്നെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് പെർസെപ്ഷൻസ് ബിൽഡപ്പ് ചെയ്തു വരിക, അതിനെങ്ങനെയായിരിക്കും BJP കൗണ്ടർ ചെയ്യാൻ പോവുക, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരുപക്ഷെ അതിൻ്റെ ഫലം അറിയുക ജൂൺ 4-നായിരിക്കും. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.